കുറഞ്ഞ ചിലവിൽ ലോകോത്തര നിലവാരത്തിൽ വിദ്യാർത്ഥികൾക്ക് MBBS പഠിക്കാൻ അവസരമൊരുക്കി അക്ബർ ട്രാവൽസ് സംഘടിപ്പിച്ച മെഡ്മെന്റർ അബ്രോഡ് എക്സ്പോ. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച MBBS അബ്രോഡ് എക്സ്പോയിലൂടെ ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, കസാക്കിസ്ഥാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പഠനം പൂർത്തീകരിക്കാൻ എക്സ്പോ വഴിയൊരുക്കി. വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുമായുള്ള സംവാദം, യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായി സംശയങ്ങളും വിവരങ്ങളും ചോദിച്ചറിയുവാനും എക്സ്പോയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. പൊന്നാനി ചന്തപ്പടിയിലെ അക്ബർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സൗജന്യ രജിസ്ട്രേഷനിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും 70ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അക്ബർ ട്രാവൽസ് കേരള ജനറൽ മാനേജർ മുഹമ്മദ് ഹനീഫ വി, അക്ബർ അക്കാദമി കേരള റീജിയണൽ മാനേജർ സഹദേവൻ പി, ഡോക്ടർ അജിം ഷാ, അക്ബർ സ്റ്റഡി അബ്രോഡ് കേരള ഹെഡ് നീനു നിഖിൽ, അക്ബർ സ്റ്റഡി അബ്രോഡ് ഓപ്പറേഷൻ ഹെഡ് ഹാരിസ് റഹീം, ഡോക്ടർ ഷമീൽ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 ഇയേഴ്സിന് മുകളിലായി. ഈ 5 ഇയേഴ്സിൽ മോർ ദാൻ 1000 സ്റ്റുഡൻസിനെ വിവിധ കൺട്രികളിലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം അബ്രോഡ് സ്റ്റഡീസ് ഡ്രീമായിട്ട് കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപാട് ഏജൻസികൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ദെൻ വൈ അക്ബർ സ്റ്റഡി അബ്രോഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ പാരമ്പര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു സ്റ്റുഡന്റിനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, ഏത് ഏജൻസിന്നും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. ഒരു ഏജൻസിക്ക് റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. നമ്മൾ ഇവിടെ കാണുന്ന പല ഏജൻസികൾക്കും ഒരു ഫാസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് പുതുതായിട്ട് പൊട്ടിമറിച്ച് വരുന്ന പല ഏജൻസികളും ഉണ്ടാവാറുണ്ട്. ആൻഡ് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഇന്ന് കാണുന്ന പല ഏജൻസികളും നാളെ ഇവിടെ ഉണ്ടാവാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നമ്മളുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരു കൺട്രിയിലേക്കാണ്, പുതുതായിട്ടൊരു കൺട്രിയിലേക്കാണ് പോകുന്നത്. പല കാര്യങ്ങൾക്കും നമുക്ക് നമ്മളെ ഏജൻസിനെയോ അല്ലെങ്കിൽ ഇത് അറിയുന്ന ആൾക്കാരെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പ്രത്യേകിച്ചും MBBS പോലെയുള്ള ഒരു സ്റ്റഡീസിന് പോകുമ്പോൾ ഇത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ തീരുന്ന ഒരു കോഴ്സ് അല്ല, 6 വർഷം നീണ്ട ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ 6 വർഷത്തിൽ പല കാര്യത്തിലും നമുക്ക് നമ്മുടെ ഏജൻസികളുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. ആ കാര്യത്തിൽ നമുക്ക് 100% ഇന്ത്യയിലെന്ന പോലെ വിദേശ രാജ്യങ്ങളിലുള്ള MBBS പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും സിഗ്നിഫിക്കൻ്റ്ലി നിർബന്ധമായിട്ടും മാൻഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇന്ത്യയിൽ ചെയ്താലും പുറത്ത് ചെയ്താലും ഈക്വലന്റ് ആണ് എന്ന് പറയുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. 2021 ഇന്ത്യയിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, മുമ്പ് 2019 വരെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. ആ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡി ഡിസോൾവ് ആയതിനു ശേഷം 2020 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന പുതിയൊരു ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ഈ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതായത് മെയിൻലി ആയുഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ്, അലോപ്പതി, യുനാനി, ആയുർവേദ, സിദ്ധ തുടങ്ങിയിട്ടുള്ള എല്ലാ മെഡിക്കൽ കൗൺസിൽ, എല്ലാ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഒഫീഷ്യലി പ്രാക്ടീസ് ചെയ്യേണ്ട മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ലൈസൻസ് കൊടുക്കുന്നത് NMCയുടെ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. 23 ലക്ഷം കുട്ടികൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട്, 23 ലക്ഷം കുട്ടികളിൽ വളരെ തുച്ഛമായ ഒരു 5 ലക്ഷം കുട്ടികൾ ചുമ്മാ എഴുതിയെന്ന് വെക്കാം. ചുമ്മാ എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, ഉണ്ടാവാം. ഓക്കെ, ഏറ്റവും കുറഞ്ഞൊരു 15 ലക്ഷം കുട്ടികൾ വളരെ അഡ്മയറബിൾ ആയിട്ടായിരിക്കും ഈ എക്സാമിനെ പരിഗണിച്ചിട്ടുണ്ടാവുമല്ലേ, അല്ലേ? തീർച്ചയായിട്ടും അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവരുടെ രാവും പകലും അവർ ഇതിനു വേണ്ടിയിട്ട് മാത്രം പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ക്യാപ്പബിലിറ്റിയെ കൺസൈസ് ചെയ്യുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സീറ്റ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാലല്ല. 1,30,000 സീറ്റ്സ് ആണ് ഇന്ന് നമ്മൾ 2025 ജൂണിലാണ് നിൽക്കുന്നത്. ജൂണിന്റെ അടിസ്ഥാന പ്രകാരം ഇന്ത്യയിൽ 1,30,000 സീറ്റ് ഉണ്ട്. ഈ 1,30,000 സീറ്റിൽ NRI ഉണ്ട്, മാനേജ്മെന്റ് കോട്ടയുണ്ട്, ഗവൺമെന്റ് കോട്ടയുണ്ട്, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന 1,30,000. ഈ 1,30,000 സ്റ്റുഡൻസ് ഇപ്പോൾ ഈ 23 ലക്ഷത്തിൽ 3 ലക്ഷം പേര് എലിജിബിൾ ആയവർ മാത്രം ഈ 1,30,000 സീറ്റ് ഫില്ല് ചെയ്തെന്ന് വയ്ക്കുക. ബാക്കിയുള്ള കുട്ടികൾ എന്താ ചെയ്യാൻ? അവർക്കൊരു ഓപ്ഷൻ വേണ്ടേ? ആ ഓപ്ഷനിലാണ് MBBS അബ്രോഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഓപ്പൺ ആകുന്നത്. തീർച്ചയായിട്ടും വിദേശ വിദ്യാഭ്യാസം മെഡിസിൻ എന്നുള്ളത് മാത്രമല്ല, ഏത് വിദേശ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചതിക്കുഴികളുണ്ട്.
എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കളയുന്ന ഒരുപാട് ആൾക്കാരും ഒരുപാട് എന്താ പറയാ ലോബി ഉള്ളൊരു മേഖല തന്നെയാണ്. മനസ്സിലാക്കാനായിട്ടാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓപ്ഷൻ. എവിടെയാണെങ്കിലും പഠിച്ചാൽ മാത്രമാണ് പാസ്സാകാൻ പറ്റുള്ളൂ, പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കരിയർ ബിൽഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇരിക്കും. പക്ഷെ നമ്മള് പഠിക്കാതെ കറങ്ങാനായിട്ട് ഒരു സീറ്റ് എടുക്കുമ്പോൾ അത് പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയുടെ സീറ്റാണ് നമ്മൾ എടുക്കുന്നത്. ആ ആഗ്രഹമുള്ള ഒരു കുട്ടിയുടെ സീറ്റാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്, അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഓപ്ഷൻ അല്ല, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നപ്പോൾ ആ ഓപ്ഷനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളായി നമ്മൾ മാറണം എന്നുള്ളതാണ്.